ഹായ് ഫ്രണ്ട്സ്, PSC ഈസി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 LDC അതുപോലെ ഒരുപാട് എക്സാംസ് ഉണ്ടല്ലോ. 2024 എക്സാമുകൾക്കെല്ലാം തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫേഴ്സ്, പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, റിലേറ്റഡ് ഫാക്ട്സും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ ചരക്ക് കപ്പൽ. വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ ചരക്ക് കപ്പലാണ് ക്വസ്റ്റ്യൻ. ആൻസർ സാൻ ഫെർണാണ്ടോ ആണ്. സാൻ ഫെർണാണ്ടോ ആണ് വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ ചരക്ക് കപ്പൽ. മറ്റേ കപ്പൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ 15 മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ചൈനയുടെ ഷെൻഹുവ 15 ആണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ. രണ്ടാമതെത്തിയ കപ്പൽ ഷെൻഹുവ 29. ഷെൻഹുവ 29 എന്നുള്ളതാണ് രണ്ടാമതെത്തിയ കപ്പൽ. ഇപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ ചരക്ക് കപ്പൽ ഏതാണെന്നാണ്. സാൻ ഫെർണാണ്ടോ ആണ്. ചൈനയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ തന്നെയാണ്. നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖത്തിന് ലൊക്കേഷൻ കോഡൊക്കെ ലഭിച്ചു അല്ലെ. INNYY1. IN എന്ന് പറഞ്ഞാൽ ഇന്ത്യ, അതുപോലെ NYY നെയ്യാറ്റിൻകര. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിലാണ് അല്ലെ. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്കും ചിലപ്പോൾ ചോദിക്കാം. നെയ്യാറ്റിൻകര താലൂക്കാണ്. അപ്പൊ ആ നെയ്യാറ്റിൻകര കണക്ട് ചെയ്തിട്ടുള്ള കോഡാണ് INNYY എന്നുള്ളത് കേട്ടോ. അപ്പൊ വിഴിഞ്ഞം തുറമുഖത്ത് എത്തുന്ന ആദ്യ ചരക്ക് കപ്പൽ ഏതാണ്? സാൻ ഫെർണാണ്ടോ ആണ്. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെ. 2023 ഒക്ടോബറിലാണ് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ മദർഷിപ്പ് പോർട്ടാണ് ഈ വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിലെ ആദ്യ മദർഷിപ്പ് പോർട്ട്. അതുപോലെ ആഴമേറിയ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ചോദിക്കുകയാണെങ്കിലും വിഴിഞ്ഞം തുറമുഖം തന്നെയാണ്. രാജ്യത്തെ ആഴമേറിയ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ഏതാണ്? വിഴിഞ്ഞം തുറമുഖം. ആദ്യം മദർഷിപ്പ് പോർട്ട് വിഴിഞ്ഞാണ്. ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖവും ഏതാണ്? ഈ വിഴിഞ്ഞം തന്നെയാണ്. അപ്പൊ വിഴിഞ്ഞം പദ്ധതി മുഖ്യമന്ത്രി എന്ന നിലയിൽ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ, മുൻ മുഖ്യമന്ത്രിയായിരുന്ന അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ നേട്ടങ്ങളിൽ വരുന്നതാണ് വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരണം എന്നുള്ളത്. വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയുടെ നേട്ടങ്ങളിൽ വരുന്നതാണ്. അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ, ആദ്യ കപ്പൽ ഷെൻഹുവ 15, രണ്ടാമതെത്തിയ കപ്പൽ ഷെൻഹുവ 29. അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ CEO ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രീകുമാർ K നായർ ആണ് കേട്ടോ. ശ്രീകുമാർ K നായർ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ CEO ആരാണ്? ശ്രീകുമാർ K നായർ. ദിവ്യ S അയ്യര് കളക്ടറായിരുന്ന ദിവ്യ S അയ്യര് മാനേജിംഗ് ഡയറക്ടറാണ് അല്ലെ. അപ്പൊ CEO ആണ് ശ്രീകുമാർ K നായർ. അപ്പൊ നിർമ്മാണ ചുമതല, വിഴിഞ്ഞം പോർട്ടിന്റെ നിർമ്മാണ ചുമതലയുള്ള ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അദാനി ഗ്രൂപ്പാണ്. അദാനി ഗ്രൂപ്പ്. നിർമ്മാണം 2015 നിർമ്മാണം ആരംഭിച്ചു. രാജ്യത്തെ ആഴമേറിയ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്, ആദ്യ മദർഷിപ്പ് പോർട്ടെല്ലാം വിഴിഞ്ഞാണ്. അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. ഇന്ത്യയുടെ ആഴക്കടൽ തുറമുഖമായ വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ഫാക്ട്സ് ആ പറഞ്ഞത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ, ചൈനയിൽ നിന്നുള്ള കപ്പലാണ്. അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കോഡ് എന്താ പറഞ്ഞത്? INNYY ആണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ, നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ. അതുപോലെ താലൂക്ക്, സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നെയ്യാറ്റിൻകരയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം, അതുപോലെ രാജ്യത്തെ ആദ്യ മദർഷിപ്പ് പോർട്ടൊക്കെ വിഴിഞ്ഞാണ്. രാജ്യത്തെ ആഴമേറിയ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ഏതാണ്? വിഴിഞ്ഞാണ്. വിഴിഞ്ഞം പദ്ധതി മുഖ്യമന്ത്രി എന്ന നിലയിൽ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ നേട്ടങ്ങളിൽ വരുന്നതാണ്. ആദ്യ കപ്പൽ, വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ 15 ആണ്. രണ്ടാമത് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പലാണ് ഷെൻഹുവ 29. അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിലവിലെ CEO ആരാണ്? ശ്രീകുമാർ K നായരാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ചത് അദാനി ഗ്രൂപ്പാണ്. നിർമ്മാണം ആരംഭിച്ചത് 2005. അപ്പൊ ഇത്രയും വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പുരസ്കാരാണ്. വൈഷ്ണവം സാഹിത്യ പുരസ്കാരം. നമുക്കറിയാം പ്രശസ്ത കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരമാണ് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം. വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥമുള്ള വൈഷ്ണവൻ ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന സമ്മാനമാണ് കേട്ടോ ഇത്. വൈഷ്ണവൻ ട്രസ്റ്റ് അത് 2024 നേടിയത് R രാമചന്ദ്രൻ നായരാണ്. തുളസി വനം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന R രാമചന്ദ്രൻ നായർക്കാണ് വൈഷ്ണവൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2024
വൈഷ്ണവം സാഹിത്യ പുരസ്കാര ജേതാവാണ് ആർ രാമചന്ദ്രൻ നായർ. തുളസീവനം എന്ന തൂലികാ നാമത്തിലാണ് ആർ രാമചന്ദ്രൻ നായർ അറിയപ്പെടുന്നത്. എത്രാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരമാണ് രാമചന്ദ്രൻ നായർക്ക് ലഭിച്ചതെന്ന് വെച്ചാൽ മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാണ് രാമചന്ദ്രൻ നായർ. ഇപ്പൊ രണ്ടാമതും ഒന്നാമതൊക്കെ ആരായിരിക്കും? ആദ്യമായിട്ട് ഫസ്റ്റ് വിന്നർ എം ലീലാവതിയാണ് കേട്ടോ. വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ആദ്യമായി നേടിയത് ഡോക്ടർ എം ലീലാവതിയാണ്. രണ്ടാമത് 2023 നേടിയത് സി രാധാകൃഷ്ണൻ കേട്ടോ. സി രാധാകൃഷ്ണൻ. ഏറ്റവും ആദ്യം 2022 നേടിയത് ഡോക്ടർ എം ലീലാവതി. അപ്പൊ കൊടുത്തു തുടങ്ങിയ വർഷം 2022. 2023 രണ്ടാമത് നേടിയത് സി രാധാകൃഷ്ണനാണ്. ഇപ്പൊ 2024 കൊടുത്തത് മൂന്നാമത് വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ആർക്കാണ്? തുളസീവനം ആർ രാമചന്ദ്രൻ നായർക്കാണ്. അതിന്റെ എമൗണ്ട് പ്രൈസ് മണി എന്ന് പറയുന്നത് 1,11,111 രൂപയാണ് കേട്ടോ. പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ഈ വൈഷ്ണവ സാഹിത്യ പുരസ്കാരത്തിന്റെ അവാർഡ് സമ്മാനത്തുക എന്ന് പറയുന്നത്. 2024 ലഭിച്ചത് ആർ രാമചന്ദ്രൻ നായർ. വൈഷ്ണവൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ്. ആരുടെ സ്മരണാർത്ഥാണ്? പ്രശസ്ത കവിയായിരുന്ന വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് വൈഷ്ണവ സാഹിത്യ പുരസ്കാരം. എല്ലാ അവാർഡുകളും വെച്ചിട്ട് ഒന്നുകൂടി ഞാൻ LD എക്സാമിന് മുമ്പായിട്ട് ഒരു വീഡിയോ വലുത് ചെയ്യുന്നതായിരിക്കും. അതിൽ എഴുത്തച്ഛൻ, ഓടക്കുഴൽ, വള്ളത്തോള്, വയലാറ് അങ്ങനെയുള്ള മെയിൻ പുരസ്കാരങ്ങളും, അതുകൂടാതെ സരസ്വതി സമ്മാനം, വ്യാസ സമ്മാനം, ബുക്കർ പ്രൈസ് അങ്ങനെയുള്ള സമ്മാനങ്ങൾ, കുറെ കവിയുടെയും അതുപോലെ കഥാകാരന്മാരുടെ ഒക്കെ പേരിൽ ബഷീർ പുരസ്കാരമുണ്ട്, കടമ്മനിട്ട പുരസ്കാരം, മലയാറ്റൂർ പുരസ്കാരം, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങളുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ പുരസ്കാരങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വൈഷ്ണവൻ ട്രസ്റ്റ് പ്രശസ്ത കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ 2024 വൈഷ്ണവൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് തുളസീവനം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആർ രാമചന്ദ്രൻ നായരാണ്. മൂന്നാമത് വൈഷ്ണവ സാഹിത്യ പുരസ്കാരമാണ് 2024 ആർ രാമചന്ദ്രൻ നായർക്ക് ലഭിക്കുന്നത്. പ്രൈസ് മണി 1,11,111 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. 2024 ആർ രാമചന്ദ്രൻ നായർ. 2023 വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സി രാധാകൃഷ്ണനാണ്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് ലഭിച്ചത് ഡോക്ടർ എം ലീലാവതിക്ക് 2022 ഫസ്റ്റ് വിന്നർ ഡോക്ടർ എം ലീലാവതി. ഏറ്റവും ഒടുവിലായി ലഭിച്ചത് ആർ രാമചന്ദ്രൻ നായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. 2024 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി. അതിന്റെ ഭാഗ്യചിഹ്നം കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന പൊന്മാനാണ്. പൊന്മാൻ കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്നത്, അതാണ് ഭാഗ്യചിഹ്നം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ജലമേളയാണ് അല്ലെ നെഹ്റു ട്രോഫി വള്ളംകളി. അതിന്റെ ഭാഗ്യചിഹ്നം 2024 തയ്യാറാക്കിയത് KN ബിജിമോൾ ആണ്. റാന്നി സ്വദേശിയായ KN ബിജിമോളാണ് ഡിസൈൻ ചെയ്തത് കേട്ടോ. ഈ കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന പൊന്മാന് ഡിസൈൻ ചെയ്തത് ബിജിമോൾ. അപ്പൊ ഏറ്റവും പ്രശസ്തമായ ജലമേളയാണ് കേരളത്തിലെ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത് അല്ലെ. ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിൽ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഫസ്റ്റ് ലഭിച്ചത് 1952 നെടുമ്പാകം ചുണ്ടനാണ് ഈ ട്രോഫി. നെഹ്റു ട്രോഫി വിന്നറായത് നെടുമ്പാകം ചുണ്ടൻ. 2023 വിന്നറായത് വിയാപുരം ചുണ്ടനാണ്. വിയാപുരം 69ാമത് മത്സരമാണ് 2023. 69ാമത് വിന്നറായത് ആരാണ്? വിയാപുരം ചുണ്ടൻ. വിയാപുരം. 69ാമത് ഭാഗ്യചിഹ്നം കേശു എന്ന കുട്ടിയാനയായിരുന്നു. വെള്ളം തുഴയുന്ന കുട്ടിയാന. 68ാമത്, അതിനു മുമ്പ് 2022 മിട്ടുത്തത്തയായിരുന്നു കേട്ടോ ഭാഗ്യചിഹ്നം. അപ്പൊ 2022 ഭാഗ്യചിഹ്നം മിട്ടുത്തത്ത. 2023 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കേശു എന്ന കുട്ടിയാനയാണെങ്കിൽ 70ാമത് 2024 ഭാഗ്യചിഹ്നം എന്താണ്? കളിവെള്ളം തുഴഞ്ഞു നീങ്ങുന്ന പൊന്മാൻ. പൊന്മാനാണ്. അപ്പൊ 68ാമത് വിന്നർ ആരായിരുന്നു? മഹാദേവിക്കാട്ടിൽ തെക്കേതിൽ എന്ന ചുണ്ടനാണ് 2022 68ാമത് നെഹ്റു ട്രോഫി വിന്നർ. 69ാമതും പഠിച്ചു വെച്ചോളൂ, വിയാപുരം ചുണ്ടൻ. ഏറ്റവും കൂടുതൽ ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുക്കുന്ന ഒരു വള്ളംകളിയാണ് ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി. ഇപ്പോൾ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന ഈ വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം നോട്ട് ചെയ്തോളൂ. കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന പൊന്മാനാണ്. കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന പൊന്മാൻ. കേരളത്തിൽ ഏറ്റവും പ്രശസ്തമായ ജലമേള ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ഭാഗ്യചിഹ്നത്തിന്റെ. ഈ ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 70ാമത് 2024 നെഹ്റു ട്രോഫി ഭാഗ്യചിഹ്നം ഏതാണ്? കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന പൊന്മാനാണ്. ആഗസ്റ്റ് മാസം 2ാം ശനിയാണ് കേട്ടോ ഈ വള്ളംകളി ആരംഭിക്കുക. നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിക്കുന്നത് ആഗസ്റ്റ് മാസത്തിൽ 2ാം ശനിയാഴ്ചയാണ്.
അപ്പൊ 68ാമത് വിന്നർ കാട്ടിൽ തെക്കേതിൽ, മഹാദേവി കാട്ടിൽ തെക്കേതിൽ എന്ന് പറഞ്ഞ ചുണ്ടനാണ്. 69ാമത് വിന്നർ 2023 വിന്നറായത് വിയാപുരം ചുണ്ടൻ. ഇതും PSC ചോദിച്ചതാണ് കേട്ടോ. നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആരാണെന്നുള്ളത് 2023 വിയാപുരം ചുണ്ടനാണ് 69ാമത്. ഇനി വരുന്നത് 70ാമത്, നമ്പർ നോട്ട് ചെയ്തോളൂ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2024 വരുന്നത് കേട്ടോ. 70ാമത് എന്താ ഭാഗ്യചിഹ്നം? കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന പൊന്മാൻ. ഡിസൈൻ ചെയ്തത് ആരാണ്? KN ബിജിമോൾ ആണ്. റാന്നി സ്വദേശിയായ KN ബിജിമോൾ. ആദ്യമായാണ് ഒരു വനിത ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. ഒരു വനിത KN ബിജിമോൾ ആണ് കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന പൊന്മാന്റെ ചിത്രം ഡിസൈൻ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 18ാമത് ലോകസഭാ സ്പീക്കർ. 18ാമത്, ഇപ്പൊ നിലവിലുള്ളത് 18ാമത് ലോകസഭയാണ് അല്ലെ. ലോകസഭാ സ്പീക്കർ ആരാണ് നിലവിൽ? ഓം ബിർളയാണ്. നമുക്കറിയാം 17ാമത് ലോകസഭാ സ്പീക്കറും ഓം ബിർള ആയിരുന്നു. 2ാം തവണയാണ് ഈ ലോകസഭാ സ്പീക്കറായി ഓം ബിർള തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പൊ 18ാമത് ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ്. തുടർച്ചയായി 2ാം തവണയാണ് പിന്നെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തിൽ നിന്നാണ് ഇദ്ദേഹം ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് കേട്ടോ. ബൽറാം താക്കർക്ക് ശേഷം 2ാം തവണ സ്പീക്കർ ആകുന്ന വ്യക്തിയാണ് ഈ ഓം ബിർള. അപ്പൊ 18ാമത് ലോകസഭാ സ്പീക്കർ ഓം ബിർള. 18ാമത് ലോകസഭയുടെ പ്രോട്ടം സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ ഭർത്തൃഹരി മെഹ്താബ് ആണ്. സ്പീക്കർ ആണ് ഓം ബിർള. പ്രോട്ടം സ്പീക്കർ ആരാണ്? ഭർത്തൃഹരി മെഹ്താബ്. പിന്നെ 18ാം ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 2024 ജൂണിലാണ് കേട്ടോ. 2024 ജൂൺ. 2024 ജൂണിലാണ് 18ാം ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. ലോകസഭ പ്രതിപക്ഷ നേതാവ് ആരാണ് 18ാം ലോകസഭയുടെ നിലവില്? നമുക്കറിയാം രാഹുൽ ഗാന്ധിയാണ് അല്ലെ. ലോകസഭ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത് രാഹുൽ ഗാന്ധിയാണ്. 2024 ജൂണില് പിന്നെ രാജ്യസഭാ നേതാവായത് JP നദ്ദ. രാജ്യസഭാ നേതാവൊക്കെ മാറി അല്ലെ. രാജ്യസഭാ നേതാവ് JP നദ്ദ. നദ്ദ ആരാണ് നിലവിൽ? ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയാണ് അല്ലെ. രാസവളം മന്ത്രിയാണ് JP നദ്ദ. BJP പിന്നെ ദേശീയ നേതാവാണ്. ദേശീയ അധ്യക്ഷനായ JP നദ്ദ നിലവിൽ ആരോഗ്യ കുടുംബക്ഷേമ രാസവളം മന്ത്രിയാണ്. അതുപോലെ രാജ്യസഭ നേതാവും കൂടിയാണ് ഇപ്പൊ. ലോകസഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ലോകസഭ സ്പീക്കർ ഓം ബിർളയാണ്. അതുപോലെ ലോകസഭയുടെ പ്രോട്ടം സ്പീക്കർ ആയത് ഭർത്തൃഹരി മെഹ്താബ് ആണ്. ഭർത്തൃഹരി മെഹ്താബ്. അതുപോലെ 2024 രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത പ്രശസ്ത എഴുത്തുകാരി ആരാണെന്ന് ചോദിച്ചാൽ സുധാമൂർത്തിയാണ് കേട്ടോ. സുധാമൂർത്തി. 2024 രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് പിന്നെ നോമിനേറ്റ് ചെയ്ത പ്രശസ്ത എഴുത്തുകാരി ആരാണ്? പിന്നെ സുധാമൂർത്തി. വനിതാ ദിനം മാർച്ച് 8, 2024 മാർച്ച് 8 വനിതാ ദിനത്തിലാണ് ഈ സുധാമൂർത്തിയെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇൻഫോസിസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഒക്കെ ആയിരുന്നതാണ് ഈ സുധാമൂർത്തി. പ്രശസ്ത എഴുത്തുകാരിയാണെന്ന് മാത്രമല്ല ഇൻഫോസിസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സണും ആയിരുന്നു സുധാമൂർത്തി. എഴുത്തുകാരിയും നോമിനേറ്റഡ് രാജ്യസഭയിലെ നോമിനേറ്റഡ് മെമ്പറുമാണ് സുധാമൂർത്തി. മാർച്ച് 8 വനിതാ ദിനത്തിനാണ് അവരെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇൻഫോസിസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ആണ്. പ്രശസ്ത എഴുത്തുകാരിയാണ്. ഇപ്പൊ 18ാമത് എന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 18ാമത് ലോകസഭ സ്പീക്കർ ആരായിരുന്നു എന്നാണ്. ഓം ബിർളയാണ് 18ാമത് ലോകസഭ സ്പീക്കർ. 17ാമതും ഓം ബിർളയായിരുന്നു. 17ാം ലോകസഭ സ്പീക്കർ ഓം ബിർളയായിരുന്നു. 18ാമത് ലോകസഭ സ്പീക്കറും ഓം ബിർളയാണ്. തുടർച്ചയായി 2ാം തവണയാണ് ഈ ലോക്സഭാ സ്പീക്കറായി ഓം ബിർള തെരഞ്ഞെടുക്കപ്പെടുന്നത്. രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തിൽ നിന്നാണ് ലോകസഭാ അംഗമായി ഇദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. ബൽറാം താക്കർക്ക് ശേഷം 2ാം തവണ സ്പീക്കർ ആകുന്ന ആദ്യ വ്യക്തിയാണ് ഓം ബിർള കേട്ടോ. 18ാമത് ലോകസഭയുടെ പ്രോട്ടൈം സ്പീക്കർ ചോദിക്കുകയാണെങ്കിൽ ഭർത്തൃഹരി മെഹ്താബ് ആണ്. അതുപോലെ 18ാമത് ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 2024 ജൂൺ 14 ജൂൺ 24 കേട്ടോ. 2024 അങ്ങനെ ഓർമ്മിച്ചാൽ 24 ആദ്യ സമ്മേളനം. 18ാം ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 2024 ജൂൺ 24 കേട്ടോ. അപ്പൊ എന്താണ് ലോകസഭ സ്പീക്കർ എന്തായിരുന്നു എന്ന ക്വസ്റ്റ്യൻ? ഓം ബിർള. പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ നേതാവ് JP നദ്ദ കേട്ടോ. JP നദ്ദ നിലവിലെ ആരോഗ്യ കുടുംബക്ഷേമ രാസവളം മന്ത്രിയാണ്. JP നദ്ദ BJP ദേശീയ അധ്യക്ഷനാണ്. അതുപോലെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട പ്രശസ്ത എഴുത്തുകാരി സുധാമൂർത്തിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധന നടത്തുന്നതിനായിട്ടുള്ള ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് കേൾവി ശക്തിയുടെ പരിശോധന നടത്തുന്നതിന് വേണ്ടി. അതിന്റെ പേര് HEAR. HEAR WHO എന്നാണ്. HEAR WHO.
നമുക്കറിയാം ലോക കേൾവി ദിനം മാർച്ച് 3-നാണ് അല്ലെ. മാർച്ച് 3-നാണ് ലോക കേൾവി ദിനം. 2024 തീം എന്താണെന്ന് ചോദിച്ചാൽ ചേഞ്ചിങ് മൈൻഡ് സെറ്റ് ആണ്. ചേഞ്ചിങ് മൈൻഡ് സെറ്റ്, ലെറ്റ്സ് മേക്ക് ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ എബിലിറ്റി ഫോർ ഓൾ എന്നുള്ളതാണ് 2024 തീം. ഇപ്പൊ ലോക കേൾവി ദിനം മാർച്ച് 3-നാണ്. ആ മാർച്ച് 3-ന് വേറൊരു ദിനവും കൂടിയുണ്ട്. ഏതാണ്? ലോക വന്യജീവി ദിനവും മാർച്ച് 3-നാണ്. വന്യജീവി ദിനത്തിന്റെ തീം 2024 എന്താന്ന് ചോദിച്ചാൽ കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്നുള്ളതാണ്. തീമും ഇപ്പൊ എക്സാമിന് ചോദിക്കാറുണ്ട്, അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. കേൾവി ദിനത്തിന്റെ 2024 തീം ചേഞ്ചിങ് മൈൻഡ് സെറ്റ്, ലെറ്റ്സ് മേക്ക് ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ എ റിയാലിറ്റി ഫോർ ഓൾ എന്നുള്ളതാണ്. കെയർ എ റിയാലിറ്റി ഫോർ ഓൾ. അതുപോലെ വന്യജീവി ദിനത്തിന്റെ 2024 തീം കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്നുള്ളതാണ്. കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധന നടത്തുന്നതിനായിട്ടുള്ള ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ഹിയർ WHO. ഹിയർ WHO ലോകാരോഗ്യ സംഘടന എന്ന് കേൾക്കുമ്പോൾ അത് ആൻസറിലും വന്നാൽ മതി. പിന്നെ കേൾവി ഹിയർ എന്ന് ഓർമ്മിച്ചാൽ നമുക്ക് ആ ആൻസറിൽ എത്താൻ പറ്റും. ഹിയർ WHO എന്നുള്ളതാണ് കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധന നടത്തുന്നതിനായിട്ടുള്ള ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ കേട്ടോ. ഹിയർ WHO. അപ്പൊ ലോക കേൾവി ദിനം എപ്പോഴാണെന്ന് പറഞ്ഞത്? മാർച്ച് 3-നാണ്. 2024 തീം എന്താണ്? ചേഞ്ചിങ് മൈൻഡ് സെറ്റ്, ലെറ്റ്സ് മേക്ക് ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ എ റിയാലിറ്റി ഫോർ ഓൾ. അതുപോലെ മാർച്ച് 3-ന് വേറൊരു ഡേയും കൂടിയുണ്ട്. എന്താണ്? വന്യജീവി ദിനം. ലോക വന്യജീവി ദിനവും മാർച്ച് 3-നാണ്. അതിന്റെ തീം 2024 കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. പറഞ്ഞതൊക്കെ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് എന്തായിരുന്നു? വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ ചരക്ക് കപ്പൽ. അതായിരുന്നു ആദ്യത്തെ ചോദ്യം. വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ ആണ്. സാൻ ഫെർണാണ്ടോ, ചൈനയിൽ നിന്ന് പുറപ്പെട്ട സാൻ ഫെർണാണ്ടോ ആണ് വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ ചരക്ക് കപ്പൽ. നമുക്കറിയാം ചരക്ക് കപ്പലല്ലാതെ കപ്പൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതേതാണ്? ഷെൻഹുവ 15 എന്നാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ. ചരക്ക് കപ്പൽ ചോദിക്കുകയാണെങ്കിലാണ് സാൻ ഫെർണാണ്ടോ. അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ 15, രണ്ടാമതെത്തിയ കപ്പൽ ഷെൻഹുവ 29 ആണ്. അതുപോലെ ആദ്യ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. ഇന്ത്യയുടെ ആഴക്കടൽ തുറമുഖമായ വിഴിഞ്ഞം തുറമുഖം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2023-നാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലെ, ഒക്ടോബറിൽ. അപ്പൊ അതിന്റെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് INNYY എന്നുള്ളതാണ്. IN എന്നുള്ളത് ഇന്ത്യയാണ്, NYY എന്നുള്ളത് നെയ്യാറ്റിൻകര. അപ്പൊ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിലാണെന്ന് അങ്ങനെ കിട്ടും, കണക്ട് ചെയ്യാം. നെയ്യാറ്റിൻകര താലൂക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് വിഴിഞ്ഞം. രാജ്യത്തെ ആദ്യ മദർഷിപ്പ് പോർട്ട് ചോദിക്കുകയാണെങ്കിലും വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം പദ്ധതി മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ നേട്ടങ്ങളിൽ വരുന്നതാണ്. അപ്പം വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിലവിലെ CEO ശ്രീകുമാർ K നായരാണ്. നിർമ്മാണ ചുമതല അദാനി ഗ്രൂപ്പാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള കമ്പനി ഏതാണ്? അദാനി ഗ്രൂപ്പ്. അപ്പൊ നിർമ്മാണം ആരംഭിച്ചത് 2005-ലാണ്. രാജ്യത്തെ ആഴമേറിയ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്, അതുപോലെ ആദ്യ മദർഷിപ്പ് പോർട്ടും വിഴിഞ്ഞാണ്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈഷ്ണവ് സാഹിത്യ പുരസ്കാരം 2024 നേടിയത് R രാമചന്ദ്രൻ നായർ. തുളസീവനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന R രാമചന്ദ്രൻ നായരാണ്. മൂന്നാമത് വൈഷ്ണവ സാഹിത്യ പുരസ്കാരമാണ് 2024 കൊടുത്തത്. 1,11,111 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. 2024-ലാണ് തുളസീവനം R രാമചന്ദ്രൻ നായർക്ക് ലഭിച്ചത് മൂന്നാമത് പുരസ്കാരം. 2023 C രാധാകൃഷ്ണനാണ് രണ്ടാമത് വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ ഫസ്റ്റ് വിന്നർ ഡോക്ടർ M ലീലാവതിയാണ്. ഫസ്റ്റ് 2022-ലാണ് ആദ്യമായി വൈഷ്ണവ സാഹിത്യ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. പ്രശസ്ത കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വൈഷ്ണവൻ സാഹിത്യ പുരസ്കാരം. 2024 ഏറ്റവും ഒടുവിൽ വിന്നറായത് തുളസീവനം R രാമചന്ദ്രൻ നായർ. പിന്നെ പറഞ്ഞത് 18ാമത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് അല്ലെ. രണ്ടാം തവണയാണ് ലോക്സഭാ സ്പീക്കറായി ഓം ബിർള തെരഞ്ഞെടുക്കപ്പെടുന്നത്, തുടർച്ചയായി 2ാം തവണ. അപ്പൊ രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തിൽ നിന്നാണ് ഓം ബിർള ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ബൽറാം താക്കർക്ക് ശേഷം 2ാം തവണയും സ്പീക്കറായി വരുന്ന ആദ്യ വ്യക്തിയാണ് ഓം ബിർള. 18ാമത് ലോക്സഭ സ്പീക്കർ ഓം ബിർള, 18ാമത് ലോക്സഭ
പ്രഥമ സമ്മേളനത്തിൽ പ്രോട്ടേം സ്പീക്കർ ആയത് ഭർത്തൃഹരി മെഹ്താബ് ആണ്. ഭർത്തൃഹരി മെഹ്താബ്. 18ാമത് ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 2024 ജൂൺ 24 കേട്ടോ. ജൂൺ 24. നേരത്തെ 14 വായിച്ചത്, തെറ്റാണ്. 2024 ജൂൺ 24 18ാമത് ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. 18ാമത് ലോകസഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അതുപോലെ രാജ്യസഭയുടെ ഇപ്പൊ നേതാവ് ആരാണ്? JP നദ്ദയാണ്. JP നദ്ദ നിലവിലെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി, രാസവളം മന്ത്രി ഒക്കെയാണ്. കേന്ദ്രത്തിന്റെ ആര്? JP നദ്ദ, BJP ദേശീയ അധ്യക്ഷനാണ്. ഇപ്പൊ 2024 അതുപോലെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത എഴുത്തുകാരി സുധാമൂർത്തിയാണ്. സുധാമൂർത്തി. മാർച്ച് 8 വനിതാ ദിനത്തിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പിന്നെ ഒരു സാഹിത്യകാരിയെ നോമിനേറ്റ് ചെയ്യുന്നത് കേട്ടോ, വനിതാ ദിനത്തിൽ മാർച്ച് 8. അപ്പൊ അത് നിലവിൽ ഇൻഫോസിസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സണും ഒക്കെ ആയ വ്യക്തിയാണ് എഴുത്തുകാരിയായ സുധാമൂർത്തി. 18ാമത് ലോകസഭാ സ്പീക്കർ ഓം ബിർള എന്ന് ഓർമ്മിക്കുക. 18ാമത് ലോകസഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പ്രോട്ടേം സ്പീക്കർ ആയത് ഭർത്തൃഹരി മെഹ്താബ് ആണ്. 18ാമത് ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പിന്നെ പറഞ്ഞത് കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധന നടത്തുന്നതിനായുള്ള ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് ഹിയർ WHO എന്നാണ്. ഹിയർ WHO. കേൾവിശക്തി ഹിയർ WHO കേട്ടോ. അതുപോലെ ലോക കേൾവി ദിനം മാർച്ച് 3 അതിന്റെ 2024 തീം എന്താണ്? ചേഞ്ചിങ് മൈൻഡ് സെറ്റ്, ലെറ്റ്സ് മേക്ക് ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ ആൻഡ് റിയാലിറ്റി ഫോർ ഓൾ. ചേഞ്ചിങ് മൈൻഡ് സെറ്റ്, ലെറ്റ്സ് മേക്ക് ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ റിയാലിറ്റി ഫോർ ഓൾ എന്നുള്ളതാണ് 2024 ലോക കേൾവി ദിനത്തിന്റെ തീം. അതുപോലെ മാർച്ച് 3 തന്നെയാണ് ലോക വന്യജീവി ദിനം. അതിന്റെ തീം എന്താണ്? 2024 കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. വന്യജീവിയാണ്ട് വൈൽഡ് ലൈഫ് ഉണ്ട് എന്ന് ഓർമ്മിക്കുക. വൈൽഡ് ലൈഫ് കൺസർവേഷൻ അതാണ് 2024 മാർച്ച് 3 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം കേട്ടോ. പറഞ്ഞത് 70ാമത് നെഹ്റു ട്രോഫി ഭാഗ്യചിഹ്നം എന്താണ്? കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന പൊന്മാൻ. കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന പൊന്മാനാണ് 70ാമത് 2024 നെഹ്റു ട്രോഫി പിന്നെ വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ജലമേളയാണ് നെഹ്റു ട്രോഫി അല്ലെ. പുന്നമടക്കായലിൽ, ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിൽ നടക്കുന്നത്. ഓളപ്പരമ്പിലെ ഒളിമ്പിക്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് നെഹ്റു ട്രോഫിയാണ്. നെടുമ്പാകം ചുണ്ടനാണ് ആദ്യത്തെ വിന്നർ. 1952 ഫസ്റ്റ് മത്സരം നടക്കുന്നത് കേട്ടോ. നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി നടക്കുന്നത് 1952. അന്ന് വിന്നറായത് നെടുമ്പാകം ചുണ്ടനാണ്. അതുപോലെ കഴിഞ്ഞ വർഷം വിന്നറായത് 2023 വിന്നർ വിയാപുരം ചുണ്ടൻ. ആ 2023 ഭാഗ്യചിഹ്നം കേശു എന്ന കുട്ടിയാനയായിരുന്നു. കേശു എന്ന കുട്ടിയാന. 68ാമത് 2022 മിട്ടുത്തത്തയായിരുന്നു 2022 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. അതിൽ വിന്നറായത് മഹാദേവിക്കാട്ടിൽ തെക്കേതിൽ എന്ന് പറഞ്ഞ ചുണ്ടനാണ്. 2023 വിന്നറായത് വിയാപുരം ചുണ്ടനാണ്. 2024 നെഹ്റു ട്രോഫി 70ാമത് മത്സരം ആഗസ്റ്റ് മാസം 2ാം ശനിയാണ് ആരംഭിക്കുക. ഭാഗ്യചിഹ്നം കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന പൊന്മാൻ. അത് ഡിസൈൻ ചെയ്തത് KN ബിജിമോൾ ആണ്. റാന്നി സ്വദേശിയായ KN ബിജിമോൾ ആദ്യമായാണ് ഒരു വനിത നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിലുള്ള എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ പിന്നെ കമന്റ്സിലൂടെ അറിയിക്കുക കേട്ടോ. കേട്ടറ്റ് എക്സാമിന്റെ തിരക്കിലൊക്കെ ആയിട്ട് കുറച്ചു കാലം എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഇനി മുതൽ LD എക്സാം വരെയുള്ള ദിവസങ്ങളിൽ തീർച്ചയായും ഓരോ കറണ്ട് അഫയേഴ്സും അതുപോലെ ബാക്കിയുള്ള സബ്ജക്റ്റ് ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തിരുവനന്തപുരം ജില്ലയുടെ എക്സാം ആകാനായി അല്ലേ, കുറച്ച് വിരലിലുണ്ടാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. പിന്നെ കറണ്ട് അഫയേഴ്സ് കൂടാതെ എല്ലാ സബ്ജക്റ്റും നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.